Hi friends, foodsofidukki പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഷെസ്വാൻ സോസ് വെച്ചിട്ടുള്ള റെസിപ്പീസ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വീഡിയോയും ഷെസ്വാൻ സോസ് വെച്ചിട്ടുള്ളത് തന്നെയാണ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ്. ഫസ്റ്റ് നമുക്ക് മുട്ടയൊന്ന് ചിക്കി എടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ചെറിയൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂട എണ്ണയിലേക്ക് നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വല്ലാണ്ടങ്ങ് പൊടിച്ച് കളയണ്ട. കുറച്ച് വലിയ പീസായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ എഗ്ഗ് ഇപ്പോൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനങ്ങ് കോരി മാറ്റുവാണ്. അടുത്തായിട്ട് ഞാനൊരു ചീനിച്ചട്ടി ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ എണ്ണ വരെ നമുക്ക് എടുക്കാം. ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളി, 1/2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചി, 3 വറ്റൽമുളക്, ഇത്രയാണ് ഞാൻ മൊരിച്ചെടുക്കാൻ പോകുന്നത്. എണ്ണയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞ് വരട്ടെ. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത്രയും മൊരിഞ്ഞതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 200 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ ഞാൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. തീയൊന്ന് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ ചിക്കൻ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കാം. ഹോം മെയ്ഡ് ഷെസ്വാൻ സോസ്. ഈ ഷെസ്വാൻ സോസ് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിറച്ച് 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അതിൻ്റെ അളവിൽ കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. അടുത്തായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഡാർക്ക് സോയാ സോസ് ആണ്. ലൈറ്റ് സോസ് ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കനം കുറച്ച് നീളത്തിലരിഞ്ഞ 1 ക്യാരറ്റ്, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. നീളത്തിലരിഞ്ഞ 1 സവോളയുടെ പകുതി. ഇത്രയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കപ്പ് കാബേജും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഈ പച്ചക്കറികളൊന്നും വല്ലാണ്ടങ്ങ് വെന്ത് പോകരുത്, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 കപ്പ് ജീര റൈസ് വേവിച്ച ചോറാണ്. ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം, സോന മസൂരിയുടെ റൈസ് വേണമെങ്കിലും എടുക്കാം. ഏതായാലും ചോറ് അധികം വെന്ത് പോകരുത്. ഉപ്പും അല്പം ഓയിൽ ഒഴിച്ച് വേവിച്ചെടുത്ത ചോറാണിത്. ഇതങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് ചേർത്താണ് ചോറ് വേവിക്കേണ്ടത്. പിന്നെ നമ്മൾ ചിക്കനിലും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് പോർഷനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീൻ പോർഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു 2-3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന മുട്ട അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഷെസ്വാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം.
ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഷെസ്വാൻ സോസിന്റെ റെസിപ്പി നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ എൻഡ് കാർഡിൽ കൊടുക്കാം, കണ്ടു നോക്കുക. അതിനുശേഷം ഈ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ടേക്ക് കെയർ, ബൈ.